ഇന്നത്തെ മെസ്സേജിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് പുനഃസ്ഥാപനത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ മെസ്സേജാണ്. ഈ ഒരു പുനഃസ്ഥാപനം, പുനർനിർമ്മാണം നമ്മൾ ദൈവത്തിൻ്റെ റെസ്റ്റോറേഷനെ കുറിച്ച് സാധാരണയായിട്ട് കേൾക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജിൽ സ്പെസിഫിക് ആയിട്ട് കുടുംബപരമായിട്ട് വരുന്ന തകർച്ചകളിൽ നിന്നും ദൈവം പുനഃസ്ഥാപനം നടത്തുന്ന വിധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്. പലരും അനുഭവിക്കുന്നതാണ്, പലരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്നതാണ് കുടുംബം മുഴുവനും നശിച്ചു പോകുന്ന ഒരവസ്ഥ. സന്തോഷവും സമാധാനവും ഒക്കെ പെട്ടെന്ന് ഇല്ലാതെയായി പോയി. ആ ഒരു കുടുംബം മുഴുവൻ തകർച്ച നേരിടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടം പിടിച്ച അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കരകയറാൻ വളരെയധികം പ്രയാസവുമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോവുകയാണ്, കുടുംബപരമായിട്ടുള്ള തകർച്ചകളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു മെസ്സേജ് സ്പെസിഫിക് ആയിട്ട് ദൈവം നിങ്ങളോട് പറയുന്ന മെസ്സേജാണ്. കുടുംബപരമായിട്ടുള്ള തകർച്ചകളിൽ നിന്നും ദൈവത്തിന് രക്ഷിക്കാൻ ഒരു പ്രയാസവുമില്ല. അത് ഒരു തരത്തിലും നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യവുമില്ല. ഈ ഒരു മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലുള്ള ഒരു ചെറിയ സ്ക്രിപ്ചറിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരൻ്റെ സ്ക്രിപ്ചറാണ്. രാജകുമാരൻ എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽ രാജകുമാരനായിട്ട് ജനിച്ചു എങ്കിലും ആ ഒരാൾ ചെന്നെത്തുന്നത് ഒരു പലായനം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയിലേക്കാണ്. ചില സംഭവ വികാസങ്ങൾ കൊണ്ട് ആളുടെ ജീവിതത്തിൽ രാജകൊട്ടാരം എന്ന അവസ്ഥയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ് അവർക്ക് പോകേണ്ടി വരുന്നത്. കുടുംബപരമായിട്ടുള്ള ഒരു തകർച്ച നേരിടുകയാണ്. ആ ആളിൻ്റെ പേരാണ് മെഫിബശേത്ത്. മെഫിബശേത്ത് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ രാജകൊട്ടാരത്തിൽ ജീവിച്ച ആൾ തന്നെയാണ്. ഈ ശൗലും യോനാഥാനും ഒക്കെ മരിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് മാറുകയാണ്. താൻ അനുഭവിച്ചിരുന്ന സന്തോഷ സമാധാനം, ആ രാജകീയമായ ആ ഒരു പദവിയും എല്ലാം വിട്ടെറിഞ്ഞിട്ട് മെഫിബശേത്ത് ചെന്നെത്തുന്നത്, കുടുംബവുമായിട്ട് എത്തുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോ ദെബാർ എന്ന സ്ഥലമാണ്. ലോ ദെബാർ. ഈ ഒരു ലോ ദെബാർ എന്ന സ്ഥലം, ആ ഒരു പേരിനെ കുറിച്ച് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളതാണ്. നോ എന്നുള്ള, നിൽ എന്നുള്ള. ഈ ദെബാർ എന്ന് പറഞ്ഞാൽ തിങ് എന്ന് പറഞ്ഞാൽ നോ തിങ്, നത്തിങ്, ഒന്നുമില്ലാത്ത അവസ്ഥയുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ ഒന്നും ഇല്ല. ഒന്നുമില്ലാത്ത ശൂന്യമായ, പാഴായ, വിജനമായ സ്ഥലമാണ് ലോ ദെബാർ എന്ന സ്ഥലം. അന്നത്തെ കാലത്ത് ഹീബ്രുവിൽ അവർക്കുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പേരുകളും ആൾക്കാരുടെ പേരുകളും ഒക്കെ ആൾക്കാരുടെ സ്ഥലത്തിൻ്റെയും ഒക്കെ സവിശേഷതയും പ്രത്യേകതയും തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോ ദെബാർ എന്നുള്ളത് ഒരു അവസ്ഥയാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് രാജകൊട്ടാരത്തിൽ പിറന്ന് അവിടെ ജീവിച്ച മെഫിബശേത്തിനും കുടുംബത്തിനും ചെന്നെത്തേണ്ടി വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലം എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മൾക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എത്തിപ്പെടുന്ന അവസ്ഥയാണ് ഈ ലോ ദെബാർ എന്ന അവസ്ഥ. ഇല്ലായ്മയുടെ, ശൂന്യതയുടെ, വരണ്ട, ജീവനില്ലാത്ത അവസ്ഥ. പല കുടുംബങ്ങളും ഇന്നും നിൽക്കുന്ന അവസ്ഥ ഇത് തന്നെയായിരിക്കും. മെഫിബശേത്ത് ചെന്നെത്തിയതുപോലെ തന്നെ ലോ ദെബാറിലേക്ക്. മെഫിബശേത്തിന് ഇതൊന്നും പോരാഞ്ഞിട്ട് 2 കാലിലും മുടന്തുമാണ്. അപ്പോൾ മുടന്തനായ രാജകുടുംബത്തിൽപ്പെട്ട ആൾ ചെന്നെത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾക്ക് ആലോചിച്ചാലും മനസ്സിലാവും. ലോ ദെബാർ എന്ന സ്ഥലത്ത് ആരും അറിയപ്പെടാത്തവനായിട്ട്, ആരും കാണപ്പെടാത്തവനായിട്ട് രാജകുമാരനായ മെഫിബശേത്തും കുടുംബവും ആരുടെയോ വീട്ടിൽ താമസിക്കുകയാണ്. പക്ഷേ ആ ഒരു അവസ്ഥ അവിടെ എന്നും സ്ഥിരമായിട്ട് നമ്മൾ മെഫിബശേത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. മറക്കാത്തവനായ ദൈവം മെഫിബശേത്തിൻ്റെ ജീവിതത്തിൽ വലിയ റെസ്റ്റോറേഷൻ, കുടുംബപരമായിട്ടുള്ള തകർച്ചയിൽ നിന്നും അവിടുന്ന് പതിയെ പിന്നെയും പഴയ അവസ്ഥയിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പുനർനിർമ്മാണം, പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത തലത്തിലുള്ളതാണ്. അതാണ് ഈ ഒരു മെസ്സേജിൻ്റെ പ്രത്യേകത, ഈ ഒരു സ്ക്രിപ്ചറിൻ്റെ പ്രത്യേകത. താൻ രാജാവായതിനു ശേഷം ദാവീദ് തൻ്റെ സേവകരെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ കരുണ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒരു ചോദ്യം. ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വെറും ഒരു ചോദ്യം അല്ല.
കാരണം ദാവീദിനെ ജീവിതകാലം മുഴുവനും ഇട്ട് ഓടിപ്പിച്ച ഒരാളാണ് ശൗൽ. ആ ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ കരുണ കാണിക്കേണ്ടതിന് എന്ന് ചോദിച്ചാൽ അതോ ഈ ലോകത്തിൽ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. വളരെ കരുണയോടുകൂടി ദാവീദ് തൻ്റെ സുഹൃത്തായ യോനാഥാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിൻ്റെ പിറകിൽ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ പ്രവർത്തികമാക്കിയത് അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുണയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്നേഹവും തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു അധ്യായത്തിൽ എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നത് ആരും ചോദിക്കാതെ ആരും പറയിക്കാതെ തന്നെയാണ് ദാവീദിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം ദൈവം കാണിച്ചു കൊടുക്കുന്നത്. കാരണം മറക്കാത്തവനായ ആളാണ് നമ്മുടെ ദൈവം. ആരും അറിയപ്പെടാത്തവനായിട്ട് അവിടെ മെഫീബോശെത്ത് ജീവിക്കുമ്പോഴും മെഫീബോശെത്തിനെ പഴയ പ്രതാപത്തിലേക്ക് അവൻ്റെ കുടുംബത്തിനെ അവർ നേരിട്ട തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദൈവം എത്രമാത്രം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾക്ക് എത്രമാത്രം പ്രചോദനവും വിശ്വാസവും നൽകുന്ന ഒരു സ്ക്രിപ്ചറാണ് ഈ ഒരു സ്ക്രിപ്ചർ. തൻ്റെ ചോദ്യത്തിന് ദാവീദിന് ഉത്തരം ലഭിക്കുകയാണ്. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനായ മെഫീബോശെത്ത് ലോദേബാർ എന്ന സ്ഥലത്ത് ആരുടെയോ ഒരാളുടെ വീട്ടിൽ കഴിയുന്നു. അപ്പോൾ ദാവീദ് വിളിപ്പിക്കുകയാണ്, മെഫീബോശെത്തിനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ 2 കാലിന് മുടന്തുള്ള ശൗലിൻ്റെ കൊച്ചുമകനായ മെഫീബോശെത്ത് ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. മെഫീബോശെത്ത് എന്ത് തന്നെയാണെങ്കിലും ഇമാജിൻ ചെയ്ത് കാണും, ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല വീട്ടിലേക്ക്. കാരണം ശൗലിൻ്റെ ശത്രുവായിരുന്നു ദാവീദ്. അപ്പോൾ ദാവീദ് തന്നെയും കൊല്ലണം എന്നുള്ള ഇതിനു വേണ്ടി ആയിരിക്കണം തന്നെ വിളിപ്പിച്ചത് എന്ന് തന്നെയായിരിക്കണം മെഫീബോശെത്ത് ചിന്തിച്ചിരുന്നത്. ഒരുപക്ഷെ മെഫീബോശെത്തിൻ്റെ ആ ഒരു ഭയം കാരണമായിരിക്കും മെഫീബോശെത്തിനെ കാണുന്ന ഉടനെ ദാവീദ് മെഫീബോശെത്തിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുവേണ്ടി പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാനും അപ്പൻ്റെ അപ്പനായ ശൗലിനും ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഞാൻ നിനക്ക് തിരിച്ച് തരികയാണ്. ഇത് മാത്രമല്ല, എൻ്റെ കൊട്ടാരത്തിൽ നിന്നും നീ എന്നും എൻ്റെ തീൻമേശയിൽ നിന്നുമേ കഴിക്കാവുള്ളൂ, അവിടെ വന്ന ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വാക്കുകൾ കേട്ട ഉടനെ മെഫീബോശെത്ത് ദാവീദിനോട് പറയുകയാണ്, ഒരു ചത്ത നായയെ പോലെയാണ് ഞാൻ, എന്നോട് കരുണ കാണിക്കുവാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള ഈ ഒരു ചോദ്യം നമ്മൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും മെഫീബോശെത്ത് കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച്, മെഫീബോശെത്ത് കടന്നുപോയ ആ ഒരു തകർച്ചകളെക്കുറിച്ച്. കൊട്ടാരത്തിൽ നിന്നുമാണ് ലോദേബാർ എന്ന അവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ അവിടെ നിന്നും തിരികെ ആ പഴയ പ്രതാപത്തിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം മെഫീബോശെത്തിന് തിരിച്ചു കൊടുക്കുന്ന മറക്കാത്തവനായ ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്തുതിച്ചാൽ മതിയാവും. ലോദേബാർ എന്ന ഈ ഒരു അവസ്ഥ നമ്മുടെ ഒക്കെ ജീവിതത്തിലെ പല മേഖലകളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സ്ക്രിപ്ചർ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്പിരിച്വലി വലിയ ഉണർവ് നൽകുന്ന ഒരു സ്ക്രിപ്ചർ തന്നെയാണ്. മെഫീബോശെത്ത് പലതരത്തിലാണ് മെഫീബോശെത്തിന് ദാവീദ് പിന്നെയും പകരം സ്ഥാനമാനങ്ങളല്ല സ്ഥലമൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, നിനക്ക് ഭൃത്യന്മാരെ ഏൽപ്പിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് നിനക്കും നിൻ്റെ വീട്ടുകാർക്കുമൊക്കെ ഭക്ഷണം നൽകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായികളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദാവീദ് മെഫീബോശെത്തിനോട് പറയുകയാണ്, നിൻ്റെ കുടുംബത്തെ മുഴുവനുമായിട്ട് അവിടെ നിന്നും റീലൊക്കേറ്റ് ചെയ്യിപ്പിക്കുക, ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരിക, എൻ്റെ ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ തീന്മേശയിൽ നിന്നും ആയിരിക്കണം നീ ഭക്ഷിക്കേണ്ടത്. ഇതിനെക്കാട്ടിലും വലിയ റെസ്റ്റോറേഷൻ ദൈവത്തിന് മെഫീബോശെത്തിന് ഏത് രീതിയിലാണ് കൊടുക്കാൻ കഴിയുന്നത്? തൻ്റെ കൈവപ്പ് അവകാശമുള്ള ശൗലിൻ്റെ കൊച്ചുമകനായ 2 കാലിനും മുടന്തുള്ള മെഫീബോശെത്ത് ലോദേബാർ എന്ന ഇല്ലായ്മയുടെ പ്രദേശത്ത് ആരും കാണാതെ വസിച്ചപ്പോൾ, ആരും അറിയാതെ വസിച്ചപ്പോൾ മറക്കാത്തവനായ ദൈവം മെഫീബോശെത്തിനെ മറക്കാതെ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കൊടുക്കുകയാണ്. യോവേൽ 2:25 എഴുതിയിരിക്കുന്നത് പോലെ, വെട്ടുക്കിളിയും കുഞ്ഞിപ്പുഴുവും പച്ചപ്പുഴുവും തിന്ന് കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും, ഇച്ചിരെയും
പകുതിയും കാലും ഒന്നുമല്ല ദൈവം തിരിച്ച് പകരം നൽകുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ച് നൽകും. സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും നഷ്ടങ്ങളിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. കുടുംബപരമായിട്ട് മെഫീബോശേത്തിന് വന്ന് ഭവിച്ച അതേ തകർച്ചകളിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഭയപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. തൻ്റെ ശത്രുവായ ശൗലിന് വേണ്ടി ദൈവം കരുണ കാണിക്കുന്നത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ ഒരു കരുണ വന്നു ഭവിക്കുന്നത് ആരുമില്ലാത്തവനായ മെഫീബോശേത്തിൻ്റെ പുനഃസ്ഥാപനത്തിലേക്കാണ്, പുനർനിർമ്മാണത്തിലേക്കാണ്. ആ ഒരു കുടുംബത്തിനെ ദൈവം തകർച്ചയിൽ നിന്നും രക്ഷിക്കുകയാണ്. രക്ഷകനായ ദൈവം ശൗലിൻ്റെ അനന്തരാവകാശിയായിരുന്ന അവകാശം, ആ ഒരു അവകാശത്തെക്കുറിച്ച് മറന്നു പോകുന്നില്ല ദൈവം. ഇതേ അവകാശം എനിക്കും നിങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവകാശത്തിൻ്റെ പേരിൽ ദൈവം പുനഃസ്ഥാപനം, പുനർനിർമ്മാണം നടത്തുകയാണ് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. കാണുന്നില്ല എങ്കിലും ദൈവം പുനർനിർമ്മാണം നടത്തുകയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുക. ഏതൊക്കെയോ മേഖലകളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ലോദേബാർ എന്ന അവസ്ഥയിലേക്ക്, ഇല്ലായ്മയിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ പോയിരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അവിടെ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ, ചെവി കൊണ്ട് കേൾക്കാത്ത, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഈ ഒരു സ്ക്രിപ്ചറിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇത് തന്നെയാണ് ഇവിടെ ഈ സ്ക്രിപ്ചറിൽ കാണുന്നത്. ആരും ഒന്നും പറയാതെ തന്നെയാണ് മെഫീബോശേത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. മെഫീബോശേത്ത് യാചനയ്ക്കായിട്ടൊന്നും വരുന്നില്ല. മെഫീബോശേത്തിനെ കൊട്ടാരത്തിലേക്ക് ദാവീദ് വിളിക്കുകയാണ്, വിളിക്കപ്പെടുകയാണ് മെഫീബോശേത്ത്. ആ ഒരു ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്നും പഴയ പ്രതാപത്തിലേക്ക് ദൈവം തിരിച്ച് കൊണ്ടുവരികയാണ്. ഈ ഒരു സ്ക്രിപ്ചർ കുടുംബത്തെ ദൈവം തകർച്ചകളിൽ നിന്നും ആ ഒരു പുനർനിർമ്മാണം നടത്തും എന്നുള്ള സ്ക്രിപ്ചർ തന്നെയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ലോദേബാർ എന്ന അവസ്ഥയായിരിക്കും. വിഷമിക്കേണ്ട, ദൈവം പൂർണ്ണമായിട്ട് നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യുക തന്നെ ചെയ്യും. ചട്ടനെയും പൊട്ടനെയും ഒരു കൊട്ടാരത്തിലും ആദരിക്കാറില്ല. സാധാരണയായിട്ട് ഒരു കൊട്ടാരത്തിലെ തീന്മേശയിലേക്ക് ആരും ക്ഷണിക്കാറില്ല. പക്ഷേ ചട്ടനെയും പൊട്ടനെയും അനാഥനെയും വിധവയെയും മാനിക്കുന്നവനാണ്, മറക്കാത്തവനാണ് നമ്മളുടെ ദൈവം. മെഫീബോശേത്തിനെ മാനിച്ച അതേ ദൈവം, മറക്കാത്ത അതേ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവന് മറക്കാൻ കഴിയുകയില്ല. അവനെങ്ങനെ നിങ്ങളെ മറക്കാൻ കഴിയും? കയ്യിൽ വരച്ച് വെച്ചിരിക്കുകയല്ലേ അവന് നിങ്ങളെ ഓരോരുത്തരെയും. അതുകൊണ്ട് ഈ ഒരു മെഫീബോശേത്തിൻ്റെ സ്ക്രിപ്ചർ നിങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിൽ നിലനിർത്താൻ സഹായിക്കട്ടെ. കുടുംബപരമായിട്ട് നിങ്ങൾ നേരിടുന്ന തകർച്ചകളിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപനം നടത്തുക തന്നെ ചെയ്യും. So come fall in love with Jesus and fall in love with the word of God.